الله الرحمن الرحيم أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ കരുതലോടെ ശ്രദ്ധിച്ചും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾ സമാർജിച്ചെടുക്കേണ്ട വിശ്വാസ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നാമമാത്ര മുസ്ലിമീങ്ങളായതുകൊണ്ട് ഒരിക്കലും സമകാലീന സമൂഹത്തിൽ മുസ്ലിം സമൂഹം അനുഭവപ്പെടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ ഇസ്ലാം വിശ്വാസിക്ക് നൽകുന്ന വലിയ ഒരു സവിശേഷമായ വിശ്വാസിയെ സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഗുണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ആ പേര് തന്നെ സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായി ജീവിക്കുക എന്ന ഗുണം. അങ്ങനെ വിധേയനായി ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 5 നേരത്തെ നമസ്കാരത്തിൽ ഹൃദയത്തിൽ കൈവച്ച് റബ്ബിനോട് നടത്തുന്ന പ്രതിജ്ഞയിൽ അവസാനം നമ്മൾ ഏറ്റുപറയുന്നുണ്ട്, ഒബിദാലിക്ക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ. വാനഭുവനങ്ങളെ പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന ആ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ സർവസ്വവും സമർപ്പിക്കുന്നത്. റബ്ബേ, ഇതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളാറില്ല പലപ്പോഴും ചൊല്ലുമ്പോൾ. ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് ഞാൻ ആ റബ്ബിനെ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ മുസൽമാനാണ്. ഇത് നമ്മൾ ഏറ്റുപറയാണ്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നെന്തിനാണ് വിശ്വാസികൾ സദാസമയവും ഒരു ദിവസത്തിൽ ഫർളുസ്കാരം മാത്രം നിസ്കരിക്കുന്നവനാണെങ്കിൽ പോലും 17 വട്ടം പറയണം. അത് ഫാത്തിഹ സൂറത്തിലെ ഒരായത്തിന് ഭംഗം വന്നാൽ ആ നിസ്കാരം തന്നെ സ്വീകാര്യയോഗ്യമല്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ പലവട്ടം കേട്ടു. ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് സിറാത്തുൽ മുസ്തഖീമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയ വിശ്വാസി എന്തിന് വീണ്ടും വീണ്ടും പറയണം? അത് ഒരു പ്രതിജ്ഞ പുതുക്കലാണ്. ആ ശരിയായ ഇസ്ലാമിൻ്റെ ട്രാക്കിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിൽ തന്നെ എന്നെ നിലനിർത്തേണമേ നാഥ എന്ന പ്രാർത്ഥനയാണത്. അത് ഇക്കാര്യമാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രാരംഭ പ്രാർത്ഥനയിൽ വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ ആശയം അല്ലെങ്കിൽ അർത്ഥം അതാണ്. ആ ഇസ്ലാമിൻ്റെ ട്രാക്കിൽ തന്നെ എന്നെ നിലനിർത്തണം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും. അതിന് പുറത്തു പോകാതെ നിൽക്കാൻ എനിക്ക് കഴിയണം റബ്ബേ. ഇതാണ് ഇസ്ലാം. ഈ ഒരു കീഴൊതുക്കം ഇസ്തിസ്ലാം ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ അള്ളാഹുവിനെ ഏറ്റവും മഹാനായി അവന് അംഗീകരിക്കാൻ കഴിയുക. അള്ളാഹു അക്ബറിൻ്റെ താല്പര്യം അതാണ്. അതും അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്.
5 നേരത്തെ നിസ്കാരത്തിന് ആളുകളെ കൂട്ടാൻ എന്ത് ചെയ്യണം? അതിലാണ് ബാങ്കിനെ കുറിച്ചുള്ളൊരു ഏകാഭിപ്രായം. പലരും പല അഭിപ്രായം പറഞ്ഞു. മണിനാഥം മുതൽ ചെണ്ടമുട്ട് മുതൽ എല്ലാ അഭിപ്രായം വന്നു. അവസാനം സഹാബികൾ പലരും പ്രവാചകനടക്കമുള്ളവർ സ്വപ്നം കണ്ടു. അത് വിളിച്ചു പറയുന്ന ഒരു രംഗം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ലഫ്ള് വരെ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് നിസ്കരിക്കാൻ ആളെ കൂട്ടേണ്ടത്, പള്ളിയിലേക്ക് ആളെ വിളിക്കേണ്ടത്. മുട്ടും വിളിയും ഒച്ചപ്പാടും അല്ല വേണ്ടത്, അത് വിളിച്ചു പറയാം. നമ്മളെ മുസ്ലിം പള്ളികളിൽ വരെ ഈ അടുത്ത കാലത്ത് വരെ നഗാറ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. പള്ളിയിൽ വെച്ച് മുട്ടുകയാണ്. ശരിക്ക് അതൊരു ഇസ്ലാമിക സംസ്കാരമല്ല. പിന്നെയും എങ്ങനെയോ കടന്നു കൂടിയതാണ്. വിളിച്ചു പറയലാണ്. അതിന് അതിൻ്റെതായ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത് തന്നെ വിളിച്ചു പറയണം. ആളുകൾ വരണം ആ വിജയത്തിലേക്കും ആ നമസ്കാരത്തിലേക്കും. അവിടെയും ആ അല്ലാഹു അക്ബറിന് പ്രത്യേകതയുണ്ട്. ആദ്യത്തിലും അന്ത്യത്തിലും അല്ലാഹുവാണ് അക്ബർ എന്ന് വിശ്വാസിയെ കേൾപ്പിക്കുന്നു. അതവൻ ഏറ്റുപറയുന്നു. ജീവിതത്തിൻ്റെ ഓരോ അനക്കത്തിലും നോക്കുങ്ങൾ, ആ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ വരെ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടാണ് അവനത് പ്രയോഗതലത്തിൽ വരുത്തുന്നത്. അത് വാചികമായ ഒരു വാചാട്ടോപ്പമല്ല എന്നർത്ഥം. ആ അല്ലാഹു അക്ബർ ഈ ഇസ്ലാമിൻ്റെ കാതലാണ്, കാമ്പാണ്. അബ്ദുള്ള അസ്സബായി സൂചിപ്പിച്ചതുപോലെ ആ അക്ബർ പറയുന്നതിനനുസരിച്ച് നമ്മളെ ഹൃദയത്തിലെങ്ങാനും സ്ഥാനം പിടിച്ചിരുന്നെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അല്ലാഹു അക്ബർ അംഗീകരിക്കുമ്പോൾ, അള്ളാഹുവിനെ മഹാനായി അംഗീകരിക്കുമ്പോൾ അവൻ വിധേയനായി മാറുകയാണ്. എന്നാലോ അത് അവനെ സർവതന്ത്ര സ്വതന്ത്രനാക്കി മാറ്റുകയാണ്. ആരാ അല്ലാഹു അക്ബർ? അല്ല മാത്രമാണ്. വേറെ ആരും അക്ബറല്ല. ആ നാട്ടിലത്തെ കബീറാകാം, ആ സ്ഥാപനത്തിലെ വലിയ ആളാകാം, ആ കുടുംബത്തിലെ വലിയ ആളാകാം. അതേസമയത്ത് എൻ്റെ മനസ്സിൻ്റെ ആ അകത്തളങ്ങളിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് പടച്ച റബ്ബിനാണ്. ആ റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കല്ല. ഇന്നലെ ഞാനുണ്ടായ സംഭവം നമ്മൾ കണ്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മതസംഘടനയും നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട സഹോദരങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ മാപ്പ് പറഞ്ഞൊന്നും പറഞ്ഞില്ലാന്നും ചോദിച്ചൊന്നും ചോദിച്ചില്ലാന്നും ആ കൂടെ ഒന്ന് മണൽമ ചവിട്ടിയ മാതിരിയാണ്. ഇവിടെയാണ് ചവിട്ടുമ്പോഴത്തേന് അവിടെ പൊന്തുക, അവിടെ ചവിട്ടുമ്പോൾ ഇവിടെ പൊന്തുക. അതുകൊണ്ട് ശരിയായി കിട്ടണില്ല. ശരിയാകുകയാണ് വേണ്ടത്. അതാണ് മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ചിന്ന ഭിന്നായി പോവുകയല്ല, ശരിയാകുകയാണ് വേണ്ടത്. ശരിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ അപ്പോൾ പുറത്തിയാടിയ ഒരു ഹക്കുണ്ട്. എന്താണെന്നറിയങ്ങൾ, മാപ്പ് ചോദിക്കൽ പടച്ചവനോട് മാത്രമേ പറ്റുള്ളൂ, നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് ഒരു വലിയ തലപ്പാവ് കിട്ടിയ ആള് മൂപ്പര ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞു. അത് ഒരു മഹാസത്യമാണ്. ആത്മാർത്ഥമായിട്ട് പാപമോചനം തേടേണ്ടത് റബ്ബിനോടാണ്. ഇനി ഒരാൾ തമ്മിൽ എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ സംഭവം ഉണ്ടെങ്കിൽ താല്യാങ്ങൾ എനിക്ക് പുറത്തിറങ്ങട്ടോ എന്ന് പറഞ്ഞതിന് തെറ്റൂല. ആത്യന്തികമായി ഒരു മനുഷ്യന് അല്ലല്ലാതെ വേറെ ആരാ പാപം പുറത്തു കൊടുക്കാൻ എന്ന് ഇവിടെ പറഞ്ഞ ഈ പണ്ഡിതൻ പക്ഷെ അംഗീകരിക്കൂല. എന്നാൽ ഞാൻ അള്ളാഹുവോട് മാത്രമേ പാപമോചനം തേടൂ, ഇസ്തിഗ്ഫാർ നടത്തൂ, റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, എല്ലാ ഖബറിൻ്റെ മുമ്പിലും ഞാൻ സുജൂദ് ചെയ്യൂല, മരിച്ചുപോയ മഹാത്മാക്കളോടൊന്നും ഇനി ദ്വാരക്കാൻ എന്നെ കിട്ടൂല എന്നുള്ള സത്യം കൂടെ തുടർന്ന് പറയോ? ഇല്ല, അതില്ല. അത് നേരെ തിരിച്ചാണ് സമൂഹത്തെ പഠിപ്പിക്കുക. ആരോടും ചോദിക്കാം, ആരോടും മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാപ്പ് കൊടുക്കാനുള്ള അധികാരം അള്ളാഹ് അവർക്ക് കൊടുത്തിക്കണെന്നാണ്.
പറഞ്ഞു വെച്ചത് ഇരിക്കട്ടെ, അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അല്ലാഹു അക്ബറിന്റെ താല്പര്യം അംഗീകരിക്കുമ്പോൾ മനുഷ്യൻ വിധേയനാകും. ആ വിധേയത്വം ലോകത്ത് കൊണ്ടുവരികയാണ് ഇസ്ലാം ചെയ്തത്. അതോടൊപ്പം മുഴു മനുഷ്യരോടും ഇവന് ബാധ്യതയും കടപ്പാടും നന്ദിയുമുള്ളവനായി മാറുകയാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നൊരു വലിയ ഗുണം. ആ താൻ പോരിമ ഇല്ലാതെയാക്കുന്നു. ഞാൻ തന്നെയാണ് വിട്ട ഓൾ ഇൻ ആൾ എന്ന ആ ഒരു വെപ്പും നടപ്പുണ്ടല്ലോ, അതാണല്ലോ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് ജൂതന്മാർ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുന്നു? എന്തുകൊണ്ട് 10,75,000 മനുഷ്യന്മാരെ അവർ ചുട്ടുകൊന്നു? ഗസയിലും ഫലസ്തീനിലും സംഭവിച്ചതിന്റെ പൊരുളെന്താണ്? നോക്കുമ്പോ ഈ ഒരു വിഷയം അതിലുണ്ട്. ഞങ്ങളാണ് പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്ത സമുന്നതമായ ആളുകൾ എന്ന വാദമാണ് ജൂതന്മാർ വെച്ച് പുലർത്തുന്നത്. ഞങ്ങളെക്കാൾ വലിയവരായിട്ട് ആരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നും അവർ വാദിച്ചു. അതാണ് അവരുടെ വിശ്വാസം, അടിസ്ഥാന വിശ്വാസം. ഇസ്ലാമുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ലത്. വിശ്വാസരംഗത്ത് ഉത്തുംഗത വെച്ച് പുലർത്തുമ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ വിശ്വാസികളെയാണെന്ന് വാദിക്കുമ്പോഴും ആ വിശ്വാസികൾ ഇവിടെ ഒരു ഇസ്തിസ്ലാമുണ്ട്. എന്താണ്? ആ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആ അള്ളാഹു സൃഷ്ടിച്ച ഏത് സൃഷ്ടിയെയും സ്നേഹിക്കണം, ആദരിക്കണം, അവരോട് ദയയുള്ളവരാകണം, കരുണ കാണിക്കുന്നവരാകണം. ലാ ഫളല ലി അറബിൻ വലാ അജമിയിൻ, അറബിക്കോ അജമിക്കോ സ്ഥാനമില്ല ഇല്ലാ ബിത്തഖ്വ. ഇസ്ലാം പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ ആ മാനവ ഐക്യത്തെക്കുറിച്ച് എല്ലാ മനുഷ്യരും ഒന്നായി കാണാൻ ഇസ്ലാം പഠിപ്പിച്ചു. അല്ലാതെ ആര് തമ്മിലും എന്തില്ല, ഒരു ഏറ്റക്കുറച്ചിലില്ല. ആർക്കെങ്കിലും അത് നൽകാമെങ്കിൽ ആർ അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്നു അവർക്ക് മാത്രമാണത് കൊടുക്കാൻ സാധിക്കുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു, പ്രവാചകൻ പഠിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താണ് അതിൻ്റെ പൊരുള്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅത്. اللهم إني أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഇസ്തിസ്ലാമുണ്ട്. ആ ഇസ്ലാം പ്രയോഗവൽക്കരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി, നാഥാ നീ തന്നെയാണ് എൻ്റെ നാഥൻ. വഅന അബ്ദു ലാ ഇലാഹ ഇല്ലാ അൻത, അതുകൊണ്ട് തന്നെ നീയല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, പൊറുക്കലിനെ തേടാൻ പാടില്ല. എല്ലാം ആരാധ്യൻ നീ മാത്രം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ ഒരു എളിയ ദാസൻ മാത്രം. വ അന അലാ അഹദിക വ വഅദിക മസ്തതഅത്. റബ്ബേ, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ 100% ജീവിതത്തിൽ പകർത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല. കാരണം ഞാനൊരു എളിയ പാവപ്പെട്ട അടിമ മാത്രം. അതുകൊണ്ട് എന്നാൽ കഴിയുന്നത് നാഥാ നീ പറഞ്ഞതുപോലെ നടക്കാൻ ശ്രമിക്കുന്ന ഒരു എളിയ ദാസനാണ് ഞാൻ. ഓ, എത്ര ആപ്റ്റാണ് ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. വഅന അലാ അഹദിക വ വഅദിക മസ്തതഅത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഇത് ലോകം അംഗീകരിച്ച പ്രശ്നം തീർന്നു. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ മുഴുവൻ. പറഞ്ഞ ഗസയിലെ ചുട്ടരിച്ച ആ മനുഷ്യന്മാരെ നോക്കുങ്ങൾ. ഇപ്പൊ സമാധാനത്തിന്റെ ചെറിയ ഒരു കിരണങ്ങൾ അവിടെ വീശിക്കൊണ്ടിരിക്കുന്നു.
നമുക്ക് ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ നല്ലത് തന്നെ. പക്ഷെ ഇന്നലെ വരെ എന്തായിരുന്നു നമ്മൾ കേട്ടത്? ഒരിക്കലും അവരെ വിടാൻ പാടില്ല, അവരെ ചുട്ടരിക്കണമെന്ന് പറഞ്ഞോല് അവസാനം പടച്ചോൻ തീരുമാനിച്ചു ആ വായിക്ക് സീല് വെക്കണം. അത്തരം ബോളിവുഡ് താരങ്ങള് ചാനലുകളുടെ മുമ്പിൽ വന്ന് തലയിൽ കൈവച്ച് കരയുന്ന രംഗം ലോകത്തിന് മുമ്പിൽ പടച്ച റബ്ബ് കാണിച്ചു വന്നു. ഒരു കൂട്ടർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം വരുമ്പോ വിശ്വാസികൾക്ക് അതിൽ സന്തോഷിക്കാൻ പാടില്ല എന്നത് നേര് തന്നെ. പക്ഷേ ഏത് വിഷയത്തിലും വിശ്വാസികൾക്കൊരു പാഠമുണ്ടാകണം. ആ പാഠം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾ പലപ്പോഴും ശരിയായ രൂപത്തിലല്ല, വിശ്വാസി സമൂഹത്തിന് അത് ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ പരീക്ഷണം വന്നാലും അല്ലെങ്കിലും പരീക്ഷണങ്ങളിൽ നിന്നും വിശ്വാസികൾ പാഠം ഉൾക്കൊള്ളണം. ഒരിക്കലും അവരെ വിടാൻ പാടില്ല എന്നും അവിടെ ചുട്ടി ചാമ്പലാക്കണമെന്നും ഒരുത്തനും ബാക്കിയാക്കരുത് എന്നും പറഞ്ഞവരുടെ കോടാനക്കോടി ഡോളർ വിലയുള്ള വീടുകളാണ് പടച്ച റബ്ബ് ഒരു തീക്കാറ്റുകൊണ്ട് ചുട്ടരിക്കപ്പെട്ടത്. ലോസ് ഏഞ്ചലസും അതുപോലെ തന്നെ കാലിഫോർണിയയുമൊക്കെ VVIPs താമസിക്കുന്ന, താരങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. അവരുടെയൊക്കെ ബിൽഡിംഗ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒരു 4 ലക്ഷം ഉറുപ്പ്യ നഷ്ടമായിട്ടുണ്ടാകും എന്നൊന്നും ആരും കരുതേണ്ടതില്ല. പിന്നെ ഓരോ വീടിനും 200 കോടി 300 കോടി ഡോളറാണ്, 300 കോടി ഡോളറാണ്. അതുപോലെ തന്നെ ഫലസ്തീൻ ചുട്ടരിക്കാൻ അവർ കൊടുത്ത പൈസയുടെ എത്രയോ ഇരട്ടി കാശ് അവർക്ക് നഷ്ടമായി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഇത് ആലോചിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കീഴുദുഃഖം വിശ്വാസിക്ക് വരുന്നത്. ലികുല്ലി ഐഷിൻ ഇദാ മാ തമ്മ നുഖ്സാനു ഫലാ യുറബി തീബിൽ ഐശി ഇൻസാനു. നമ്മളുടെ ഏത് സംഗതിക്കും ഒരു അറുതുണ്ട്, ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ. ഫലാ യുറബി തീബിൽ ഐശി ഇൻസാനു. മനുഷ്യന്റെ വളവളപ്പും സുഖാഡംബരങ്ങളും ആഡംബര പ്രമത്തതയും അതിന്റെ ഉച്ചിയിലെത്തുമ്പോഴും എന്നും ഇങ്ങനെ ഉണ്ടാകുന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. മുസ്ലിം സ്പെയിനിന്റെ പതനത്തിൽ മനംനൊന്ത് അബുൽ ബഖാ ഉസ്സിന്ദി രചിച്ച കവിതയിലാണിത് പറയുന്നത്. ഹിയൽ ഉമൂറു കമാ ശഹത്തഹാ ദുവലു മൻ സർറഹു സമനുൻ സാഅതുഹു അസ്മാനു. ലോകത്ത് ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ സുഖ സന്തോഷ സുഷുപ്തിയില് ആണ്ട് കടന്നിട്ടുണ്ടെങ്കിലും കാലം മാറിയും മറിഞ്ഞും വരും. എന്നും സുഖം എല്ലാവർക്കും ഒരേപോലെ നിലനിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഐനൽ മുലൂകു ദവുൽ തിജാനി മിൻ യമനിൻ വഐന മിൻഹും മകാലിലും വതിജാനു. അധികാരത്തിന്റെ ചെങ്കൊടി അല്ലെങ്കിൽ അധികാരത്തിന്റെ ദണ്ട് കയ്യിലേന്തിയ കുറെ രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ ലോകത്തെ വിറപ്പിച്ച. അവരൊക്കെ എവിടെ പോയി എന്നാ ചോദ്യം. ആ ചോദ്യത്തിനിടയിൽ ഒരു വരി കൂടി, യാ ഗാഫിലൻ വലഹു ഫിദ്ദഹ്രി മൗഇലത്തുൻ ഇൻ കുൻത ഫീ സിനത്തിൻ ഫദ്ദഹ്റു യഖ്ലാനു. മനുഷ്യ, ഒരു വിഷയത്തിലും നീ അശ്രദ്ധനായി നിൽക്കേണ്ടതില്ല, എല്ലാറ്റിലും നമുക്കൊരു പാഠമുണ്ട്. യാ ഗാഫിലൻ വലഹു ഫിദ്ദഹ്രി മൗഇലത്തുൻ. ഏത് വിഷയത്തിലും നിനക്കൊരു ഗുണപാഠമുണ്ട്, സാരോപദേശമുണ്ട്. ആ മയ്യത്തിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ വരെ ഇന്നിപ്പോ വരാണ്. പടച്ച റബ്ബിനറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന്, എങ്ങനെയാണെന്ന്, എപ്പോഴാണെന്ന്. അത് വലിയൊരു ഇളത്താണ് നൽകുന്നത്. അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഇൻകുന്ത ഫീ സിനത്തിൻ, എപ്പോഴെങ്കിലും നീ ഏതെങ്കിലും രൂപത്തില് നീ ഒരു ഉറക്കം തൂക്കലാണെന്നുണ്ടെങ്കിൽ ആ ഉറക്കം വരുന്നതിന്റെ മുമ്പത്തെ ഒരു ഉറക്കമുണ്ടല്ലോ, ഒരു തൂക്കിയുറക്കം. ആ
ഒരു അവസ്ഥ നിനക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ഫദ്ദഹുറു യഖ്ലാനു, കാലം ഒരിക്കലും കണ്ണ് ചിമ്മില്ല, അത് കണക്ക് തീർക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷിക്കാൻ വേണ്ടി പറയല്ല, പാഠം പഠിക്കാൻ വേണ്ടി പറയാണ്. ആരും ഒരു തരത്തിലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടതില്ല. അഫ അമിനല്ലദീന മക്കറു സയ്യിആത് അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള് ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. ഏതെങ്കിലും രൂപത്തിൽ തിന്മ ചെയ്യുന്ന മനുഷ്യന്മാര് ഭയപ്പെടുന്നല്ലയോ, അഥവാ നിർഭയരായി നിൽക്കുകയാണോ? അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭൂമിയിലേക്ക് അഴ്ത്തിക്കളയുകയില്ലെന്ന്. ഇന്നത്തെ കാലത്ത് നമുക്കൊരു പുതുമുള്ള പദപ്രയോഗമേ അല്ല ഭൂമിയിലേക്ക് ആണ്ടുപോവുക എന്നുള്ളത്. കാരണം അത് അനുസ്യൂതം അനവരതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാപഞ്ചിക പ്രതിഭാസമായി പരിണമിച്ചിരിക്കുന്നു. നിങ്ങൾ ഓർക്കാത്ത കോലത്തിലാണ് പടച്ചോന്റെ ശിക്ഷ നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ നിങ്ങളുടെ ജീവിത സന്ധാരണത്തിനിടയിൽ ഏതെങ്കിലും രൂപത്തിൽ പടച്ച റബ്ബിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുകയില്ല എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയോ? ഫമാഹും ബിമുഅ്ജിദീൻ, ആരും അതിൽ നിന്നൊക്കെ തെന്നിമാറാൻ കഴിയുന്ന ആളുകളല്ല എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയചകിതമായ ഒരു അവസ്ഥ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇതൊക്കെ സംഭവിക്കാവുന്നതേയുള്ളൂ. ഇതിലൊന്നും ആരും നിർഭയരായിരിക്കേണ്ടതില്ല. ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. വെറുതെ ഭയപ്പെടുത്തല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണ്? തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലറഊഫുൻ, അളവറ്റ ദയാപരനാണ്, റഹീം, അതുപോലെ തന്നെ കാരുണ്യവാനുമാണ്. ആ റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി, അവന്റെ ദയാ വായ്പിനു വേണ്ടി നാം വിധേയരായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇസ്ലാം കേവല വിശ്വാസമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, സീസണലായി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സംഗതികളിൽ ഒതുങ്ങുന്നതുമല്ല. മറിച്ച് അതിൽ വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, സ്വഭാവ മര്യാദകളുണ്ട്, പെരുമാറ്റ ചിട്ടകളുണ്ട്. ഇതൊക്കെ കൂടെ കൂടുമ്പോഴാണ് ഗുണമൊത്ത ഒരു മുസ്ലിമായി ഒരു മനുഷ്യൻ മാറുന്നത്. പെരുമാറ്റ മര്യാദകളിൽ മുസ്ലിമീങ്ങൾ വളരെ നല്ല മാന്യത കാണിച്ചപ്പോഴാണ് ഇസ്ലാമിന് ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്ത് പ്രചുര പ്രചാരം കിട്ടിയത്. ഇന്ത്യയെ കണ്ടെത്തലെന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അതുവരെ നല്ലൊരു പേരിടാൻ മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മേലാളന്മാർക്ക് മാത്രം ഇടാവുന്ന പേരേനു കുറേ പേരുകൾ. അത് കീഴാളന്മാരായ ആൾക്കാർക്ക് ഇടാൻ പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പേര് കറുപ്പൻ, ചെള്ള്, പറങ്കു,
പ്രിങ്ങ എന്നൊക്കെയുള്ള കോലത്തിൽ അത് അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു കേൾക്കാൻ ഭംഗിയുള്ള അർത്ഥമുള്ള ഒരു പേര് ഇടാൻ പറ്റൂല. ദാമോദരൻ എന്നുള്ളൊരു പേര് ഇടാൻ പറ്റുണ്ടായിരുന്നില്ല. കാരണം ഉദരത്തിൽ ദാമം വഹിച്ചവൻ ആരോ അവനാണല്ലോ ദാമോദരൻ. അതൊക്കെ വലിയ വലിയ മഹാത്മാക്കൾക്ക് മാത്രം നീക്കിവെക്കപ്പെട്ട റിസർവ്ഡ് പേരുകളായിരുന്നു. മുസ്ലിമീങ്ങളും കുറച്ചൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പേരിടുന്നോർത്ത് വരെ അത് ഇസ്ലാമിക മര്യാദയിൽപ്പെട്ട തന്നെയാണ് കേട്ടോ ഈ പറയണതും. എന്ത് കുട്ടികൾക്ക് നല്ല പേരിടുക എന്നുള്ളത്. പലപ്പോഴും നെറ്റ് നോക്കിയിട്ട് ഒരു ഒച്ചപ്പാടാണ് തിരഞ്ഞെടുക്കൽ. ഈ ഒച്ച എങ്ങനെ ഉണ്ട് എന്നാ പലരും ചോദിച്ചൽ. ഇതിന് അർത്ഥം ഉണ്ടോ എന്നും ചോദിക്കലുണ്ട്. എങ്ങനെ നോക്കിയാലും അർത്ഥം നമുക്ക് ഒപ്പിക്കാൻ പറ്റൂല. അപ്പം ഇന്നതാണ് ഇപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്നാലും കേൾക്കാൻ രസമുണ്ടില്ലേ? ഉണ്ട്. അതിനേക്കാളും രസമുണ്ട് മറ്റേ ഒച്ച എന്ന് പറഞ്ഞാൽ അപ്പം ഇത് ഇടണ്ടേ എന്നായി പിന്നത്തെ ചോദ്യം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പേരിടുമ്പോൾ ഒരു അർത്ഥമുള്ള പേര് ഇടണം. ആണാന്ന് തിരിയണം, അല്ലെങ്കിൽ പെണ്ണാന്ന് തിരിയണം. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ആ പേരുകൊണ്ട് കാര്യം? അപ്പോൾ വല്യപ്പാടുള്ള സ്നേഹം കൊണ്ട് ആധാരം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഔറുട്ടി മകൻ ഔറാൻകുട്ടി മകൻ ഔറുട്ടി മകൻ ഔറാൻകുട്ടി. ഇത് ഏത് ഔറാൻകുട്ടിയാണ് ഏത് ഔറാൻകുട്ടിയാന്ന് തിരിയാത്ത കോലത്തിൽ അങ്ങനെ ഒരു പേരിട്ടിട്ട് എന്താ? ആകെ വല്യപ്പാക്ക് ചെയ്ത സേവനം എന്ന് പറഞ്ഞത് ഈ പേരിടൽ മാത്രമാണ്. എൻ്റെ വല്യപ്പാൻ്റെ പേര് അതേന്നു, വല്യപ്പാൻ്റെ അപ്പാൻ്റെ പേരും അതന്നെയായിരുന്നു. ഇനി ഞാനായിട്ട് ആ പേര് ഒഴിവാക്കണ്ട. ഈ പേരേറ്റ് എങ്ങനെ ഈ കുട്ടി സമൂഹത്തിൽ ഇറങ്ങുക? എൻ്റെ പേര് ഔറുട്ടിയാന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരു നല്ല പേരിടുക എന്നുള്ള അവിടുന്ന് തുടങ്ങുകയാണ് മര്യാദ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പിന്നെ നേരെ ഉൾട്ട സ്വഭാവം കാണിക്കണ ഒരു പയ്യനെ കൊണ്ടുവന്നു. ഓൻ പറഞ്ഞാൽ കേൾക്കണില്ല. അമീറുൽ മുഅ്മിനീൻ എന്നിട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ പിന്നെ ഇവൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ കേട്ടു. ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് അമീറുൽ മുഅ്മിനീൻ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ഈ കുട്ടി തിരിച്ചു ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മക്കളോട് വാപ്പാർക്ക് ബാധ്യതയൊന്നുമില്ലേ? അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ ബാധ്യതകളുണ്ട്, എന്താണത് എന്ന് ചോദിച്ചു. നല്ല പേരിടണം എന്ന് പറഞ്ഞു. അവിടെ പിടിച്ചു കുട്ടി. എന്നാ കേൾക്കണം നിങ്ങൾക്ക്. അമീറുൽ മുഅ്മിനീൻ എനിക്ക് ബാപ്പട്ട പേര് ജോയലെന്നാണ്. ജോയലെന്ന് പറഞ്ഞാൽ വലിയ ഗ്യാസിൻ്റെ സോക്കറ്റ് ഉണ്ടാവുമ്പോൾ പിന്നെ ഒച്ചയിൽ പോണ സാധനത്തിൻ്റെ പേരാണ് ജോയല്. ഒരു കുട്ടിക്ക് പേരിട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. പിന്നെ എൻ്റെ വാപ്പ കല്യാണം കഴിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ നല്ല അമ്മയാകണമെന്ന്, അതൊക്കെ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ആലോചിക്കണ്ട. പക്ഷെ എൻ്റെ വാപ്പ കല്യാണം കഴിച്ച ഒരു മജൂസിനെയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഖുർആൻ പഠിപ്പിക്കണമെന്ന്, നമുക്കൊക്കെ ബാധകാട്ടോ അത്. അവനെ മദ്രസക്ക് അറിഞ്ഞേക്കുണ്ട്, സ്കൂൾക്ക് അറിഞ്ഞേക്കുണ്ട് തന്നെയാണ് തീർന്നു ബാധ്യത എന്ന് വിചാരിച്ച് ആരും നിൽക്കണ്ട. ആ കുട്ടി ഖുർആൻ പഠിച്ചിട്ടുണ്ടോയെന്ന് നോക്കേണ്ട ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ ആരായാലും ഈ കുട്ടി അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഹർഫ് ഖുർആൻ ഈ ബാപ്പന്നെ പഠിപ്പിച്ചിട്ടില്ല. കുട്ടിനെ വിട്ടു അമീറുൽ മുഅ്മിനീൻ. എന്നിട്ട് ബാപ്പനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയോട് ആദ്യം ഒരുപാട് ളുൽമ് കാട്ടിയിട്ടുണ്ട്, അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം നിങ്ങൾ അനുഭവിക്കണത്. കുട്ടി അനുസരണക്കേട് കാണിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മര്യാദകൾ നമ്മൾ അറിയണം, അത് ജീവിതത്തിൽ പകർത്തണം. ഓരോ മര്യാദകളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ മര്യാദകളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ ഗണങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر